Hey my dear guys, welcome to the sessions of the CE Intermediate paper number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AS22 അക്കൗണ്ടിങ് ഫോർ ടാക്സ് ഓൺ ഇൻകം എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഈ ഒരു സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ചോളം സ്റ്റുഡൻസിന് ജനറലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ജനറലി സ്റ്റുഡൻസ് ചെയ്യാറില്ല എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡിനകത്ത് കുറച്ച് കമ്പോണൻസ് കാണാതെ പഠിച്ചിട്ട് പോകും, എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ആൻസർ എഴുതുന്നത്. ബട്ട് ദ പ്രോബ്ലം ഈസ് IC നമ്മളുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനകത്ത് നിന്ന് എന്ത് ചെയ്യും, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് കോൺസെപ്ച്വലി ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് ആൻസർ എഴുതാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആൻസർ ഗെറ്റിംഗ് റോങ് ആൻഡ് അതായിരിക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം. ഓക്കെ, നിങ്ങളുടെ ഇനിയുള്ള പ്രാക്ടിക്കൽ ലൈഫിനകത്തും ഈ ഒരു AS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങളായിട്ട് നോക്കുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ തന്നെ അത് ബിൽഡ് ചെയ്തില്ലെങ്കിൽ അത് പറ്റത്തില്ല. ഇനി കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഓക്കെ ആക്കുക, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഇല്ലുസ്ട്രേഷൻസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുക. ഓക്കെ ആണോ? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു സ്റ്റാൻഡേർഡ് ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കുറച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി കട്ടിയായിട്ടുള്ള സ്റ്റാൻഡേർഡാണ്, ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ പറയാമല്ലോ. അപ്പം നമ്മുടെ ഈ സ്റ്റാൻഡേർഡിൻ്റെ പേരെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം എന്ന് പറയുന്നതാണ്. ഓക്കെ ആണോ? നിങ്ങൾക്കിപ്പം ടാക്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഇൻകം ടാക്സ് ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ GST ഓൾറെഡി നിങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേപ്പർ തന്നെ ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ എന്തായിരിക്കും ഈ ടാക്സ് ഓൺ ഇൻകം എന്ന് പറയുന്നതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസ്പെക്റ്റീവ് ഉണ്ടാവുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിനകത്ത് ഒരു എക്സ്പെൻസ് കിടപ്പുണ്ട്. നിങ്ങൾ ഓൾറെഡി ഷെഡ്യൂൾ 3 വെച്ചിട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനീസ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു കമ്പോണൻറ്റ് ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പം ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെൻസിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് എന്ത് വേണം, ഒരു ഫിഗർ വേണം. ആ ഫിഗറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാൻഡേർഡ് വെച്ച് ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഞാൻ ഓൾറെഡി എൻ്റെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ ആയാലും നിങ്ങളുടെ പണ്ടത്തെ കോമേഴ്സ് +1 +2 ആയാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് എന്തുണ്ടായിരിക്കും, ഇപ്പം സാലറി ആണെങ്കിൽ സാലറി എത്ര രൂപ, ഫിക്സഡ് അസറ്റ് ഇത്ര രൂപ, ഇങ്ങനെ ഓരോ ബ്രേക്കപ്പ് അനുസരിച്ച് തന്നിട്ടുണ്ടായിരിക്കും. ബട്ട് നിങ്ങൾ ഇൻ്റർമീഡിയറ്റിനകത്ത് പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഈ എക്സ്പെൻസുകൾക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് എത്രയാണ് ഫിഗർ വരണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളായിരിക്കും. ഓക്കെ ആണോ? അപ്പം അങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്ന, ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നമ്മളുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നതിൻ്റെ താഴെയായിട്ട് എന്ത് വരും, നമ്മളുടെ ടാക്സ് എക്സ്പെൻസ് വരും. അപ്പോൾ ഈ ടാക്സ് എക്സ്പെൻസ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിനകത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്ന, നിങ്ങൾ ഓൾറെഡി ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇൻകം ടാക്സിനെ കുറിച്ചൊരു ധാരണയുണ്ടെന്ന്. ഇല്ലെങ്കിലും ഓക്കെയാണ്. സംഭവം എന്ന് പറയുന്നത്, നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോളിസീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. ഇനി നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചായിരിക്കും. ഓക്കെ ആണോ? ഇൻകം ടാക്സ് ആക്ട് അലോബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളായിട്ട് എടുത്തും, ഇനി അലോബിൾ അല്ലാത്ത എക്സ്പെൻസുകളെ നമ്മളുടെ പ്രോഫിറ്റുമായിട്ട് ആഡ് ബാക്ക് ചെയ്തിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ ടാക്സബിൾ അല്ലാത്ത ഇൻകത്തിനകത്ത് നിന്ന് കുറച്ചിട്ടും, അല്ലെങ്കിൽ ഇനി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് വരാത്ത ഇൻകംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടാക്സബിൾ ആക്കിയും. അങ്ങനെ 4 സിനാരിയോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ടാക്സബിൾ ഇൻകത്തിന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറഞ്ഞേക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഒരു പ്രോഫിറ്റ് വന്നു, ആ പ്രോഫിറ്റിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ടാക്സ് ഒരിക്കലും പേ ചെയ്യത്തില്ല. ഇതിൻ്റെ 2 റീസണുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത്, ദർ ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐറ്റംസ്. ഓക്കെ ആണോ? ഐറ്റംസ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ്. ഇപ്പം പറയുകയാണെങ്കിൽ ഒരു വയലേഷൻ ഓഫ് ലോ, അതിന് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഫൈൻ വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, P&L അല്ലാത്ത എക്സ്പെൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്.
ഈ പി ആൻഡ് എല്ലിനകത്ത് എടുക്കുന്ന ഈ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇൻകം ടാക്സിനകത്ത് അലവബിൾ ആയിട്ട് എടുക്കത്തില്ല. കാരണം ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ലോ. ഈ ഫൈൻ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, എക്സ്പെൻസ് ആയിട്ട് ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഐറ്റംസ് അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട്സിലാണ് കാര്യം. ഇനി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഫിക്സഡ് അസറ്റിനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് SLM ബേസിസിലാണ്. ഇനി ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, WDV ബേസിൽ റേറ്റിന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പം നമ്മുടെ ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകത്തിനകത്ത് നമ്മളൊരു ഡിപ്രീസിയേഷൻ എടുക്കും. ഈ ഡിപ്രീസിയേഷൻ എന്തായിരിക്കും, ഇതിൻ്റെ എമൗണ്ട് എന്തായിരിക്കും, നമ്മളുടെ ബുക്സിനകത്തൊന്നും വ്യത്യാസമായിരിക്കും. ഓക്കെ ആണോ? അപ്പം ഈ ഒരു വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ ഒരു ടാക്സബിൾ ഇൻകവും നമ്മളുടെ അക്കൗണ്ടിങ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് മാറുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് 1,00,000 രൂപയായിരിക്കും ഡിപ്രീസിയേഷൻ എടുത്തേക്കുന്നത്. നമ്മളുടെ ആക്ട് അനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും 50,000 രൂപയെ ഡിപ്രീസിയേഷൻ കാണത്തുള്ളൂ. ഓക്കെ ആണോ? ദെൻ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേന് ഇപ്പം നമ്മുടെ ബുക്സിനകത്ത് ആ ഡിപ്രീസിയേഷൻ തീർന്നു പോയി കാണും. അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അസറ്റിൻ്റെ ബ്ലോക്ക് തീർന്നിട്ടുണ്ടായിരിക്കും, ഡിപ്രീസിയേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴും ഇൻകം ടാക്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ എടുത്തു പോകുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദെയർ വിൽ ബി എ ഡിഫറൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഒരു ടാക്സബിൾ ഇൻകോ അക്കൗണ്ടിങ് ഇൻകോ തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. എന്നിരുന്നാലും ഇങ്ങനെ ആയിരിക്കും ഒരു വ്യത്യാസം വരുന്നത്. ഇനി നമ്മൾ ഡെഫിനേഷൻ പാർട്ടിനകത്തോട്ട് വരുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻകം ഉണ്ട്. അക്കൗണ്ടിങ് ഇൻകം മീൻസ് എന്താണ്, നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ പോളിസീസ് അനുസരിച്ച് ഒരു എൻറ്റിറ്റി അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ഓർ ഇൻകം ഉണ്ടായിരിക്കുമല്ലോ. ഈ ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത്. ഇതെന്താണ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഇൻകം ടാക്സ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ട് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ചാർജ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള എമൗണ്ടിനായിരിക്കും എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ടാക്സബിൾ ഇൻകം എന്താണ്? ടാക്സബിൾ ഇൻകം മീൻസ് നമ്മളുടെ ഇൻകം ടാക്സ് ലോ ഇല്ലേ, ഇൻകം ടാക്സ് ലോ വെച്ചിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്പ്യൂട്ടേഷൻ, ഇൻകം ടാക്സ് അനുസരിച്ചുള്ള കമ്പ്യൂട്ടേഷൻ ഉള്ള ഒരു ഷീറ്റിനകത്ത് നമ്മൾ ആക്ടുകളെ അല്ലെങ്കിൽ ആ ഒരു നിയമത്തിനെ വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇൻകം ഉണ്ടായിരിക്കും. ആ ഇൻകത്തിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ട് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്ന് അക്കൗണ്ടിങ് ഇൻകം ഉണ്ട് P&Lനകത്ത്, ടാക്സ് എക്സ്പെൻസിന് മുന്നേ ഉള്ള എമൗണ്ടിനെയാണ് അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ടാക്സബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താ? ഈ ടാക്സബിൾ ഇൻകം മീൻസ് നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റിനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആക്ട് അനുസരിച്ച് നോക്കി ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഇൻകം ഉണ്ടായിരിക്കും. ആ ഇൻകത്തിനായിരിക്കും ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ആ ടാക്സബിൾ ഇൻകത്തിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. ഇനി അക്കൗണ്ടിങ് ഇൻകം മാത്രമല്ല, അക്കൗണ്ടിങ് ലോസും ഉണ്ടായിരിക്കും. ടാക്സബിൾ ഇൻകം മാത്രമല്ലായിരിക്കും, നമുക്ക് ടാക്സ് ലോസും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ആണെന്ന് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ ആണോ? യെസ്. ഇനി ടാക്സ് എക്സ്പെൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, P&Lനകത്തൊരു ഫിഗറാണ് അല്ലെങ്കിൽ ഒരു ഐറ്റം ആണ് എന്ന് പറയുന്നത് ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് മേജറായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്ന കാര്യം. ഈ എക്സ്പെൻസ് എത്ര രൂപയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് തരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളുടെ ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് ടാക്സ് പ്ലസ് ദ ഡെഫേർഡ് ടാക്സ് ആയിരിക്കും നമ്മളുടെ ടോട്ടൽ ടാക്സ് എക്സ്പെൻസ് വരുന്നത്, അല്ലെ ടാക്സ് സേവിങ്സ് വരുന്നത്. സാർ എന്താണ് ഡെഫേർഡ് ടാക്സ് കേൾക്കുമ്പോഴേ ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. ബാക്കിയുള്ള കമ്പോണൻറ്റ് നമുക്ക് ഫെമിലിയർ ആണ്, ബട്ട് ദ ഡെഫേർഡ് ടാക്സ് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്തോ പ്രശ്നമുണ്ട്. യെസ്. ഓക്കെ ആണോ? അപ്പം ഈ ഒരു ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കോർ എന്ന് ഞാൻ പറയും. ഓക്കെ ആണോ?
ഇനി കറണ്ട് ടാക്സ് എന്താ? കറണ്ട് ടാക്സ് മീൻസ് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ എത്ര രൂപയാണോ, ഞാൻ പറഞ്ഞല്ലോ ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് എത്ര രൂപയാണോ ഈ ഒരു പീരീഡിൽ നമ്മളുടെ ടാക്സബിൾ ഇൻകം വന്നത്, ആ ഇൻകത്തിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ കറണ്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് അനുസരിച്ച്, നമ്മളുടെ ടാക്സബിൾ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് അനുസരിച്ച് വരുന്ന ടാക്സബിൾ ഇൻകത്തിനകത്ത് അതിൻ്റെ ടാക്സ് ആണ്. എത്ര എമൗണ്ട് ആണോ പേ ചെയ്യേണ്ടത് അതിനെയാണ് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഡെഫേർഡ് ടാക്സ് എന്താ? ഡെഫേർഡ് ടാക്സ് ഞാൻ പറയും ഇതുവരെ പേ ചെയ്തിട്ടില്ലാത്ത നമ്മുടെ എന്താണ്, നമ്മളൊരു പേയബിൾ ഇട്ടേക്കുന്ന എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. പേയബിളോ എങ്ങനെ? യെസ്, സംഭവം എന്ന് പറയുന്നത് നമ്മളിപ്പം ജനറലി എന്താണ്, സാലറി 31 മാർച്ചിൻ്റെയാണ് P&L നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? P&L പ്രിപ്പയർ ചെയ്തെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ അച്ചീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാച്ചിങ് കോൺസെപ്റ്റുകൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ എല്ലാ ആ പീരീഡിലെ എല്ലാം എന്ത് ചെയ്യണം, ഈ പീരീഡിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വന്നിരിക്കണം. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ സാലറിയുടെ കേസ് എടുക്കുകയാണ്. സാലറി പേ ചെയ്തിട്ടുണ്ട്, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും അല്ലേ? ഇവിടെ എന്താണ്, എക്സ്പെൻസ് കൂടി നമ്മളുടെ അസറ്റ് കുറഞ്ഞു. ഓക്കെ ആണോ? യെസ്, ഇതാണ് ജനറലി നമ്മൾ P&Lനകത്ത് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്, ബാലൻസ് ഷീറ്റിൽ അസറ്റിനകത്ത് നിന്ന് കുറച്ചിട്ടുമുണ്ട്. ഓക്കെ ആണോ? ദെൻ നമ്മൾ ആ സാലറി പേ ചെയ്തിട്ടില്ല, എന്ന് നമ്മൾക്ക് കാണിക്കണ്ട എന്നല്ല പറയുന്നത്. ഓക്കെ ആണോ? ഈ പീരീഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് പേ ചെയ്യുന്നത് അടുത്ത ടൈമുകളിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ പേയബിൾ ബുക്ക് ചെയ്യും. ഓക്കെ ആണോ? നമ്മൾ എന്ത് ചെയ്യും, പേയബിൾ ബുക്ക് ചെയ്യും. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു സാലറി പേയബിൾ. ഓക്കെ ആണോ? എക്സ്പെൻസ് കൂടി, നമ്മളുടെ ലയബിലിറ്റി കൂടി. ഇതാണ് സംഭവിച്ചേക്കുന്നത്. ഇനി ടോട്ടൽ എംപ്ലോയി ബെനിഫിറ്റ് എന്താണ്? ഈ 1+2 ആയിരിക്കത്തില്ലേ? 1+2 ആയിരിക്കും നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ ഫിഗർ എവിടെ പോവും? P&Lനകത്ത് പോവും. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്, ദ സെയിം കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. നമ്മൾ ഈ പേയബിൾ ആയിട്ടുള്ള സാലറിക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഒരു പേര് കൊടുക്കും, ദ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ്. ആൻഡ് പേയബിൾ ആയിട്ടുള്ള ലയബിലിറ്റിക്ക് എന്ത് പറയും? ഡെഫേർഡ് ലയബിലിറ്റി. ഓക്കെ ആണോ? ഇനി തിരിച്ചാണ് സംഭവിക്കുന്നത്, ഇങ്ങോട്ട് വരാനാണ് എങ്കിൽ എന്തുണ്ടായിരിക്കും, നമ്മൾ ഡെഫേർഡ് ആസറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടാല്ലേ, അപ്പോൾ എന്താണ്, ആസറ്റാണ്. ഇപ്പം അഡ്വാൻസ് ആയിട്ട് സാലറി പേ ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് സാലറി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, സാലറി അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നായിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ഇനി അതിൻ്റേതായിട്ടുള്ള ടൈം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ എക്സ്പെൻസ് ആയിട്ടുള്ള സാലറി ഉണ്ടായിരിക്കും. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇല്ലേ, ഈ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസിനകത്ത് ഈ സാലറി ഓൾറെഡി പേ ചെയ്തതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസുമായിട്ട് നമ്മൾ നെറ്റ് ചെയ്യുന്നുണ്ട്, സെറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മുടെ ഒരു അസറ്റ് കൂടിയിട്ടുണ്ട്, നമ്മുടെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ ആണോ? നമ്മളുടെ ബാലൻസ് ഷീറ്റ് എന്താ സംഭവിച്ചേക്കുന്നത്, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, നമ്മളുടെ ലോൺസ് ആൻഡ് അഡ്വാൻസിനകത്ത് ഒരു അസറ്റ് കൂടി. ഓക്കെ, ഇനി അടുത്ത വർഷങ്ങളിൽ ഈ ഒരു അഡ്വാൻസ് പേ ചെയ്തത് നമ്മുടെ ബാങ്ക് വഴി പോകത്തില്ല. അത് ഈ ഒരു പീരീഡിൻ്റെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു പീരീഡ് കാണിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അടുത്ത വർഷങ്ങളിൽ സംഭവിക്കുന്നത്, ഈ പേ ചെയ്ത് അഡ്വാൻസ്ഡ് എക്സ്പെൻസ് കൂടി ആൻഡ് നമ്മളുടെ അസറ്റ് കുറഞ്ഞു. അടുത്ത നെക്സ്റ്റ് ഇയറിൽ, ഓക്കെ, ഇയർ 2 നമ്മൾ ഇതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ ആണോ? ദ സെയിം കൈൻഡ് നമ്മൾക്ക് ഡെഫേർഡ് ടാക്സ് അസറ്റും വരും.
ഓക്കെ ആണോ? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ട്, ഡെഫേർഡ് ടാക്സ് അസറ്റും ഉണ്ട്. നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. അക്കൗണ്ടിങ് ഇൻകവും നമ്മളുടെ ടാക്സബിൾ ഇൻകവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് ഡിഫറൻസ് ആണോ ടൈമിംഗ് ഡിഫറൻസ് ആണോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. സാർ എന്താണ് ടൈമിംഗ്, എന്താണ് പെർമനൻറ്റ്? യെസ്, നമ്മുടെ ടൈമിംഗ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ടാക്സബിൾ ഇൻകവും അക്കൗണ്ടിങ് ഇൻകവും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതെന്താണ്, ഒറിജിനേറ്റ് ചെയ്തത് 1 പീരീഡിലായിരിക്കും, ബട്ട് അതിനൊരു ക്യാപ്പബിലിറ്റി ഉണ്ട് അടുത്ത വർഷങ്ങളിൽ റിവേഴ്സ് ആയിട്ട് വരാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ സാർ? എന്താണ്, നമുക്ക് എക്സാമ്പിളിനകത്തോട്ട് പോവാം, എന്നിട്ട് അത് ഡീൽ ചെയ്യാം, കുഴപ്പമില്ല. അടുത്തത് പെർമനൻറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. പെർമനൻറ്റ് ഡിഫറൻസ് എന്താ സാർ? നമ്മുടെ അക്കൗണ്ടിങ് ഇൻകവും നമ്മളുടെ ടാക്സബിൾ ഇൻകവും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് ഒരു പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതായിരിക്കും, ബട്ട് അതെന്ത് ചെയ്തില്ല, റിവേഴ്സ് ചെയ്യത്തില്ല അടുത്ത വർഷങ്ങളിൽ. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായോ? ഇതാണ് പെർമനൻറ്റ് ഡിഫറൻസും ടൈമിംഗ് ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ടൈമിംഗ് ഡിഫറൻസ് മീൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് സാലറി ഉണ്ട്, സാലറി ഈ പീരീഡിൻ്റെ അല്ല അടുത്ത പീരീഡിൻ്റെയാണ്. അതെന്താണ്, സാലറി അഡ്വാൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം, അടുത്ത വർഷത്തിൽ സാലറി എന്നും പറഞ്ഞിട്ടുള്ള എക്സ്പെൻസ് ഇടാം. അല്ലെങ്കിൽ ഈ പ്രാവശ്യം എന്താണ്, സാലറി പേബിൾ ആക്കി കാണിക്കാം, ഈ പ്രാവശ്യത്തെ സാലറി ആണെങ്കിൽ. ഓക്കെയാണ്, പേ ചെയ്തിട്ടില്ലെങ്കിൽ. ബട്ട് എന്ത് സിറ്റുവേഷനും ഉണ്ടായിരിക്കും, ആ എമൗണ്ട് പോയി, ഇനി അടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു എക്സ്പെൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് റിവേഴ്സ് ചെയ്തിട്ട് കാണിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ ആണോ? അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം ടൈമിംഗ് ഡിഫറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സയൻറ്റിഫിക് റിസർച്ചിന് വാങ്ങിക്കുന്ന മെഷീനറി, അത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് എന്തായിരിക്കും, ഫസ്റ്റ് ഇയർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ടോട്ടലി അത് വാങ്ങിക്കുന്നതിന് എന്താണ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അതേസമയം ബുക്സിനകത്ത് എന്താണ്, ഓരോ വർഷം ഡിപ്രീസിയേഷൻ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി പെർമനൻറ്റ് ഡിഫറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പെർമനൻറ്റ് ഡിഫറൻസിനകത്ത് ഇപ്പോൾ ഫൈന്, ലേറ്റ് ഫീ പേയ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസലോ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടേഷനകത്ത്. ഓക്കെ, അത് പെർമനൻറ്റ് ഡിഫറൻസ് ആണ്, അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വരത്തൊന്നുമില്ല. ഓക്കെ ആണോ? ഇപ്പം സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതിൻ്റെ ആദ്യത്തെ വർഷം ഇൻകം ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സ് അതിനകത്തുനിന്ന് നമ്മൾ അത്രയും എക്സ്പെൻസിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് പകരം, ഇപ്പം നമ്മളത് വാങ്ങിച്ചത് 10 ലക്ഷം രൂപയ്ക്കാന്ന് വെച്ചു, 5 വർഷത്തെ ലൈഫ് ആയിരുന്നു. നമ്മൾ ബുക്സിനകത്ത് എന്താ, ഓരോ വർഷവും എത്ര, 2 ലക്ഷം വീതം. ഓക്കെ ആണോ? 10 ലക്ഷത്തിന് വാങ്ങിച്ചു, 5 വർഷം ലൈഫാണ്, 2 ലക്ഷം രൂപ വീതമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ എടുത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ 5 വർഷം എടുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, 5 വർഷം എടുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് വഴിയായിട്ട് നിങ്ങളുടെ ആദ്യത്തെ വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടിനെ നിങ്ങൾക്ക് ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട്. ഇനി ബട്ട് ഇൻകം ടാക്സ് എന്താ പറഞ്ഞേക്കുന്നത്, സയൻറ്റിഫിക് റിസർച്ച് ആണോ എന്നാൽ കുഴപ്പമില്ല, ഫസ്റ്റ് ഇയറിൽ തന്നെ ഫുൾ എമൗണ്ട് 10 ലക്ഷം. ഓക്കെ ആണോ? അങ്ങനെ വരുമ്പോൾ 10 ലക്ഷത്തിന് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? അതിനെയാണ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ തന്നെ ഇൻകം ടാക്സ് അനുസരിച്ച് 5 വർഷം എടുക്കും ഈ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ, ബുക്സ് അനുസരിച്ച് എക്സ്പെൻസ് ആയിട്ട് കുറച്ചുകൊണ്ട് വരാം. ഓക്കെ ആണോ? ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് ഓർ ലയബിലിറ്റി, ഇതെന്ന് പറയുന്നത് എന്താണ്, നമുക്കുണ്ടാകുന്ന ഒരു ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഇതിനെ നമ്മുടെ ടാക്സ് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് അസറ്റ് ആർ നമ്മുടെ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ്.
ഓക്കെ, ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ടൈമിംഗ് ഡിഫറൻസ് എത്രയാണോ ഞാൻ പറഞ്ഞല്ലോ, ആ ടൈമിംഗ് ഡിഫറൻസിനെ നമ്മൾ ടാക്സ് റേറ്റ് ആയിട്ട് ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മൾ ഡെഫേർഡ് ടാക്സ് വരുന്നത്. ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ? ഓക്കെ, ലയബിലിറ്റി ആണോ അസറ്റ് ആണോ? ദാറ്റ് മീൻസ് നമ്മളുടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ സയൻറ്റിഫിക് റിസേർച്ചിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 20 ലക്ഷം ഉണ്ടായിരുന്നു എന്ന് വെച്ചു, 20 ലക്ഷം ഉണ്ടായിരുന്നു. ഇനി സയൻറ്റിഫിക് റിസർച്ചിൻ്റെ അസറ്റ് വാങ്ങിച്ചു 2 ലക്ഷം, ഡിപ്രീസിയേഷൻ എടുത്തു. ഓക്കെയാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അനുസരിച്ച് നമുക്ക് 18 ലക്ഷം രൂപയാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉള്ളത്. ഇനി അക്കൗണ്ടിങ് റെക്കോർഡ്സ് അനുസരിച്ച് എത്ര? 20 ലക്ഷം രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. ഈ 20 ലക്ഷം രൂപയ്ക്കകത്ത് നമ്മുടെ 10 ലക്ഷം രൂപ എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ അസറ്റ് വാങ്ങിച്ചതാണ്, ഡിപ്രീസിയേഷൻ എടുത്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി, അല്ല ടാക്സിബിൾ ആയിട്ടുള്ള ഇൻകം ഉള്ളൂ. ഈ 10 ലക്ഷത്തിന് മുകളിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഇപ്പം അത് 50% ആണ് നിങ്ങളുടെ ടാക്സ് റേറ്റ് എങ്കിൽ നിങ്ങൾ 9 ലക്ഷം രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ 5 ലക്ഷം രൂപയെ അടച്ചിട്ടുള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, നിങ്ങൾ ഈ ഡിഫറൻസ് ഉള്ള 4 ലക്ഷം രൂപ അടയ്ക്കേണ്ടിയിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതേ എമൗണ്ട് P&Lനകത്ത് എന്ത് ചെയ്യും, P&L ഡെഫേർഡ് ടാക്സ് ആയിട്ട് പോവും. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? യെസ്, ദർ ഈസ് എ ഡിഫറൻസ്. നമ്മളിപ്പം ബുക്ക് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 18 ലക്ഷം രൂപയുണ്ട്, പക്ഷേ 5 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ടാക്സ് അടച്ചിട്ടുള്ളൂ. മാച്ചിങ് കോൺസെപ്റ്റിൻ്റെ വയലേഷൻ. ഹൗ? എങ്ങനെയാണ്? ഓക്കെ ആണോ? അപ്പം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നതെന്ന് പറയുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്രയാണ് കാണിക്കുന്നത്, കറണ്ട് ടാക്സ് എത്ര? കറണ്ട് ടാക്സ് വിൽ ബി 5 lakh. ബട്ട് ഈ പീരീഡിൻ്റെ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ സാലറിയുടെ കോൺസെപ്റ്റ്, പേബിൾ ഇട്ട് നമ്മൾ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പേബിൾ പറഞ്ഞത് ഇപ്പം 4 lakh ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഇവിടെ നമ്മുടെ AS 22 അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, 2ആയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെഫേർഡ് ടാക്സ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും, 9 lakh ആയിരിക്കും നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഒരാൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, നിങ്ങൾ ഓൾറെഡി 18 ലക്ഷത്തിന് തന്നെ ആയിരിക്കും, അതിൻ്റെ 50% തന്നെ ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ടാക്സ് പേ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്തേക്കുന്നതൊക്കെ എന്താണ്, കറക്റ്റാണ് എന്ന് വരും. ഓക്കെ ആണോ? ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇനി ഇത് സിറ്റുവേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഡെഫേർഡ് ടാക്സ് ഇത് വരുന്നതെന്ന് പറയുന്നത് എത്രയാണ്, നമ്മളുടെ ടൈമിംഗ് ഡിഫറൻസ് എത്രയാണോ അതിൻ്റെ ടാക്സ് റേറ്റ് ആയിരിക്കും വരുന്നത്, ഇൻറ്റു ടാക്സ് റേറ്റ് ആയിരിക്കും വരുന്നത്. ആൻഡ് എന്താണ്, നിങ്ങൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ? ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഈ വർഷം ഇൻ ദ കറണ്ട് ഇയറിൽ എത്ര കഴിയുന്നുണ്ട്, ടാക്സ് സേവ് ചെയ്യുന്നുണ്ട്, പിന്നീട് അത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റ് വരുന്നത് എപ്പോഴാണ്? അസറ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ വർഷം ഇതിൻ്റെ ഉൾട്ടാ ഞാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ തിരിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? നിങ്ങളുടെ ഈ വർഷം നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് 9 ലക്ഷം ആയിരുന്നു. ഇപ്പം കമ്പ്യൂട്ടേഷൻ ഷീറ്റാണെന്ന് വെച്ചു, കമ്പ്യൂട്ടേഷൻ ഷീറ്റ് അനുസരിച്ച് 9 ലക്ഷം നിങ്ങൾ പേ ചെയ്യുന്നുണ്ട്. ബുക്ക് അനുസരിച്ച് നിങ്ങൾ 5 ലക്ഷം ഉള്ളൂ. ഓക്കെ ആണോ? ബുക്ക് അനുസരിച്ച്. ഈ ഒരു കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ ഡെഫേർഡ് ടാക്സിൻ്റെ ലയബിലിറ്റീൻ്റെ തിരിച്ചിട്ടുള്ള അതേ കാര്യം തന്നെ. ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ 9 ലക്ഷം പേ ചെയ്യുന്നുണ്ട്, ബട്ട് 5 ലക്ഷമേ ഉള്ളൂ. നമ്മൾ നേരത്തെ അഡ്വാൻസ് കാണിച്ചിട്ടില്ലേ, അതേ കോൺസെപ്റ്റ് തന്നെ. ഓക്കെ ആണോ? അത് അവിടെ കിടക്കട്ടെ. അതേപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു, നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ. ഇപ്രാവശ്യം ഞാൻ സേവ് ചെയ്യുന്നുണ്ട് ഒരുപാട് ടാക്സ്, ഭാവിയിൽ ഒരുപാട് ടാക്സ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഏതാ, സാലറി പേബിൾ പോലെ. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് വഴി കുറച്ചേ പോയിട്ടുള്ളൂ. അടുത്ത വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ പോകാനുണ്ട്. ഓക്കെ ആണോ? സെയിം. ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്താ, നമ്മൾ ബാങ്ക് വഴി ഒരുപാട് എമൗണ്ട് പോയിട്ടുണ്ട്. ബാങ്ക് വഴി ഒരുപാട് എമൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അസറ്റായിട്ട് കാണിക്കും. ദാറ്റ് മീൻ ഈ വർഷം കുറച്ച് ഞാൻ പേ ചെയ്യണ്ടുള്ളൂ, ബട്ട് അടുത്ത വർഷം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് എമൗണ്ട് പേ ചെയ്താൽ മതി. ഞാൻ സാലറിയുടെ കേസാണ് പറഞ്ഞത്, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി. സെയിം കൈൻഡ് ഇവിടെ അതേ പറയുന്നുള്ളൂ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ജനറലി ഉള്ള കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ, ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് എക്സ്പെൻസ് കുറവാണ്, ടാക്സ് റെക്കോർഡ്സ് അനുസരിച്ച് കൂടുതലാണ്. ഇപ്പം ഞാൻ ഓൾറെഡി മുകളിൽ പറഞ്ഞ അതേ കേസ് തന്നെ. നമ്മുടെ അസറ്റിൻ്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ 10 ലാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 10 ലാക്ക് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് അല്ലെങ്കിൽ അസറ്റിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. ബട്ട് ബുക്സിനകത്ത് എത്രയേ വരുന്നുള്ളൂ, 2 ലക്ഷമേ വരുന്നുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്തായാലും സംഭവിക്കുന്നത്, നമ്മുടെ ടാക്സ് എന്ന് പറയുന്ന സാധനം കുറയുന്നുണ്ട്, ഈ വർഷം കുറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് ഇവിടെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇവിടുത്തെ ഡിഫറൻസ്, നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ടൈമിംഗ് ഡിഫറൻസ് എത്ര ഇവിടെ വരുന്നത്, ഇവിടെ വരുന്ന ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ലക്ഷമാണ്. 8 ലക്ഷം ഇൻറ്റു നമ്മളുടെ 0.5 അല്ലെങ്കിൽ 50%. 50% എന്ന് പറയുന്നത് എന്താണ്, 4 ലാക്ക് തന്നെയാണ്. ഇതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ഇതേ 4 ലാക്ക് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ ആണോ? മുകളിൽ പറഞ്ഞതിനെ ഞാനൊന്നും കൂടെ കാണിച്ചതേ ഉള്ളൂ. അപ്പം സെയിം കൈൻഡ് ഇവിടെ വരുമ്പോഴും എന്താണ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. മുകളിൽ പറഞ്ഞ അതേ സിറ്റുവേഷൻ. ഇനി ടാക്സ് റെക്കോർഡ്സ് അനുസരിച്ച് എക്സ്പെൻസ് കുറവും ബുക്സിനകത്ത് കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിരിക്കും വരുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതെൻ്റെ ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ ആണോ? ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഫേർഡ് ടാക്സ് അസറ്റിൻ്റെ കേസിൽ വരുന്നത്. ഇനി ഇൻകം ടാക്സ് റെക്കോർഡ്സ് അനുസരിച്ച് നമ്മളുടെ ഇൻകം കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ഇൻകം കൂടുതലായിരിക്കും. ബുക്സ് അനുസരിച്ച് ഇൻകം കുറവുമായിരിക്കും. ബുക്സ് അനുസരിച്ച് ഇൻകം കുറവുമായിരിക്കും. അങ്ങനെ വെച്ചാൽ എന്താണ്, നമ്മളുടെ ഇൻകം ടാക്സിനകത്ത് നമ്മൾ ഒരു 10 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട് ഇൻകമായിട്ട്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിവിടെ നമ്മൾ ക്യാഷ് ബേസിലെ ഇൻകത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ബാക്കിയെല്ലാം വിട്, നമ്മളിപ്പം ക്യാഷ് ബേസിനകത്താണ് ഇൻകത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് വെക്കുക. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട് 10 ലാക്ക്. ഇതിന് ഞാൻ ടാക്സിബിൾ ആണെന്ന് വെച്ചു. ബട്ട് ആ എമൗണ്ട് ഈ വർഷത്തെ അല്ല. ഈ വർഷത്തെ എമൗണ്ട് 5 ലക്ഷമേ ഉള്ളൂ. ഓക്കെ ആണോ? നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്യാഷ് ബേസ് അനുസരിച്ചാണെന്ന് വെച്ചു. ബട്ട് ഈ വർഷത്തെ എന്തേ ഉള്ളൂ, നമുക്ക് 5 ലക്ഷമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ 10 ലക്ഷത്തിൻ്റെ ഈ പ്രാവശ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട്. 50% ടാക്സ് അടയ്ക്കുന്നുണ്ട്. 5 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട്. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ 2,50,000 ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അടുത്ത വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ബുക്സ് അനുസരിച്ച് ഞാൻ 2,50,000 കൂടെ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ എഫക്റ്റ് ഓൾറെഡി എവിടെ കഴിഞ്ഞു, ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ എന്ത് ചെയ്യണം,
അതിനെ ഓൾറെഡി പേ ചെയ്തതായതുകൊണ്ട് നമ്മൾ സാലറി ഇൻ അഡ്വാൻസ് ഇല്ലേ, അതേ കേസ് പോലെ അഡ്വാൻസ് ആയിട്ട് ഞാൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വരുവാണെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിട്ട് വരും. ഇനി ടാക്സ് റെക്കോർഡ്സ് അനുസരിച്ച് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ തിരിച്ച് ചിന്തിച്ചാൽ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 ലക്ഷത്തിനെ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. ബട്ട് ബുക്സിനകത്ത് എന്തുണ്ട്, 10 ലക്ഷം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതൊരു ലയബിലിറ്റിയാണ് അല്ലേ. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൂടുതലായിട്ട് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡിനകത്ത് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് വരും, ഒരു ക്ലിയർ കട്ട് ഐഡിയ വരും. ഓക്കെ ആണോ? അതിലായിരിക്കും നിങ്ങളുടെ എല്ലാം ഇരിക്കുന്നത്. അതർവൈസ് നിങ്ങൾ ഇങ്ങനെ വരുമ്പം അങ്ങനെ ഈ ഒരു ടേബിൾ കാണാതെ പഠിച്ചിട്ട് പോകുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഈ ഒരു ടേബിൾ വെച്ചിട്ട് അനലൈസ് ചെയ്യുക, നിങ്ങൾ തന്നെ എക്സാമ്പിൾ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഇതാണ് ഈ ഒരു ഡെഫേർഡ് ടാക്സിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് വരുന്നത്. ഈ കാര്യം അറിയാമെങ്കിൽ ബാക്കിയെല്ലാം ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലായിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ ആണോ? നിങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്ത കോൺസെപ്റ്റുകളെ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ മാത്രം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള പ്രോബ്ലംസ് പോലും ഈസി ആയിട്ട് ചെയ്തു പോകും. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ?